ഇപ്പോൾ CPM പരസ്യമായി തള്ളിപ്പറഞ്ഞതാണ് ആകാശ് തില്ലങ്കേരിയെ. പക്ഷേ ആകാശിന്റെ ഫേസ്ബുക്കിലെ പ്രൊഫൈൽ പിക്ചറിന് ഇപ്പോഴും CPM അംഗങ്ങളുടെയും അനുഭാവികളുടെയും ലൈക്കുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാർട്ടി തള്ളിയപ്പോഴും പാർട്ടി പ്രവർത്തകർ ഇവരെയൊന്നും തള്ളിക്കളയുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് മനു? അതതിന്റെ ദൈന്യതയാണ് സത്യത്തിൽ. ഒരു സംഘടനാപരമായ ഒരു ദൈന്യതയാണത്. ഇപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ കുറെ അത് ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ഇപ്പോഴും അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഒരു ഭയങ്കര പരാജയമാണ്. എങ്ങനെയാണ് പാർട്ടി അണികൾക്കിടയിൽ ഇവർ സ്വീകാര്യരാവുന്നത്? ഈ കൊട്ടേഷൻ സംഘങ്ങൾ എങ്ങനെയാണ് സ്വീകാര്യരാകുന്നത്? അവരെ സംബന്ധിച്ചോളം അവർ ഈ ഫേസ്ബുക്കിനകത്ത് വിപ്ലവ സാഹിത്യം കേട്ടിട്ട് ആണ് കുറെ ആളുകൾ ആവേശഭരിതരായിട്ട് അവരുടെ കൂടെയൊക്കെ കൂടിയിട്ടുള്ളത്. അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇവർ എഴുതി വിടുന്ന അല്ലെങ്കിൽ ഇവരാരെ കൊണ്ട് എഴുതിക്കുന്നതാണെന്ന് എനിക്കറിയില്ല. ഭയങ്കര വിപ്ലവ സാഹിത്യം എഴുതുന്നവരാണല്ലോ ഇവരൊക്കെ. അപ്പം അതിൽ വല്ലാണ്ട് അഭിരമിച്ചു പോയി കുറെ പാവങ്ങളൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ചിലർ നല്ല ബോധപൂർവ്വം സാമ്പത്തിക താല്പര്യമൊക്കെ വെച്ചുകൊണ്ട് ഇവരോട് കൂട്ടിയേറുന്നവരുമുണ്ട്. എന്തായാലും അവരെയൊക്കെ ആ തെറ്റിദ്ധാരണയൊക്കെ മാറ്റാൻ പാർട്ടി ശ്രമിച്ചാൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ഗുണകരമാവും, സമൂഹത്തെ സംബന്ധിച്ചും ഗുണകരമാവും. മനു, ഇപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ ആ കേസുമായി ബന്ധപ്പെട്ട കാര്യം ചോദിക്കുകയാണ്. മനുവിനെതിരെ കേസ് കൊടുക്കുന്നു, മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ താങ്കളുടെ മറുപടിയിൽ ചില കാര്യങ്ങൾ വ്യക്തമാണ്. നിയമപരമായി നീങ്ങുകയല്ലേ? അതായത് നിയമം കയ്യിലെടുത്തുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഇതുവരെ ചെയ്തത്. നിയമപരമായി ചെയ്യുന്നതിനെ ഏതായാലും സ്വാഗതം ചെയ്യുന്നു. അതല്ലേ താങ്കളുടെ മറുപടിയുടെ അർത്ഥം? അതെ 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 അതെ. അപ്പോൾ ആ ആരോപണത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് അല്ലേ? അതെ, തീർച്ചയായിട്ടും അതെ. അല്ല, ഞാൻ ഈ ഉറച്ചു നിൽക്കുകയല്ലേ എന്ന് ചോദിച്ചതിന് എനിക്ക് ഉറപ്പില്ലാത്തൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല, ബോധ്യമില്ലാത്തൊരു കാര്യം പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എപ്പോ ഉറച്ചു വയ്ക്കും. അതായത് കൊട്ടേഷൻ സംഘത്തിന്റെ കോർഡിനേറ്റർ ആണ്. അതെ, ആ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായ ബോധ്യമുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. വീണ്ടും വീണ്ടും നമ്മളതിങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. പക്ഷെ മനു, ഇതൊക്കെ തെളിയിക്കേണ്ടി വരില്ലേ? നിയമപരമായി നീങ്ങുമ്പോൾ സ്വാഭാവികമായും തെളിയിക്കേണ്ടി വരും. അങ്ങനെ തെളിവുകൾ പക്കലുണ്ടോ? അതൊക്കെ വരും ദിവസങ്ങളിൽ തെളിഞ്ഞോളും. വരും ദിവസങ്ങളിൽ ഇനി പൊട്ടിക്കാൻ ചില കാര്യങ്ങൾ കൂടിയുണ്ട്, അങ്ങനെയാണോ? ജനങ്ങൾക്ക് അങ്ങനെയല്ല, ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടോളൂ ആ കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ. അല്ല, ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയെന്നല്ല, നിയമപരമായി നീങ്ങുമ്പോൾ നിയമപരമായി മുന്നോട്ട് വെക്കേണ്ട തെളിവുകളുണ്ട്. അത് കയ്യിലുണ്ടോ? തീർച്ചയായും തീർച്ചയായും ഉണ്ട്. ഉണ്ട്. അതായത് പാർട്ടിയുടെ ഭാഗമായി നിന്ന ഘട്ടത്തിൽ ചില തെളിവുകൾ കയ്യിൽ എത്തിയിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മനു, ഇപ്പോൾ നിയമത്തിന്റെ വഴി തേടിയത് നല്ല കാര്യമാണ്. അതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മനുവിന് ഈ പാർട്ടി നേരെയാകും എന്നുള്ള ഒരു വിശ്വാസവുമില്ല അല്ലേ? പാർട്ടി നേരെയാണ്. ഞാനും ഈ ഒരു കാര്യം വിശ്വസിക്കുക എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. വിശ്വാസം എന്ന് പറയുന്ന പ്രക്രിയ തന്നെ തെറ്റാണ്. ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ്. നമ്മൾ വിശ്വസിച്ചാൽ മാത്രം അത് അങ്ങനെ ആകുക, പാർട്ടി നന്നാവുമെന്ന് ഞാൻ വിശ്വസിക്കുക. അങ്ങനെ വിശ്വാസം കൊണ്ട് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? അതിൽ പ്രസക്തിയില്ല. അതൊരു പ്രതീക്ഷ, വാക്കുമാറ്റാം. അതാണ്. പ്രതീക്ഷ പ്രതീക്ഷയില്ല. തീർച്ചയായും പ്രതീക്ഷിക്കാതൊന്നും ഇരിക്കില്ല. ഞാൻ എന്തായാലും പ്രതീക്ഷ ഉള്ള ആള് തന്നെയാണ്. അതായത് വരും ദിവസങ്ങൾ പി ജയരാജൻ നടത്തിയ പ്രതികരണത്തെ തള്ളിക്കൊണ്ട് പാർട്ടി വരുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ? അല്ല, നമുക്ക് നമ്മളെല്ലാം സ്വപ്നം കാണുന്നവരോ, സ്വപ്നം കാണാൻ നമുക്ക്. ഇപ്പോൾ മനു ധാർമ്മികമായി ശരിയെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഈ പുറത്തേക്ക് ഇറങ്ങിയത് തന്നെ ഒരു രാഷ്ട്രീയമാണെന്നുള്ള അഭിപ്രായമൊക്കെ വന്നു കഴിഞ്ഞു. താങ്കളെപ്പോൾ സ്വാഗതം ചെയ്യുന്നുണ്ട് കോൺഗ്രസ്, താങ്കളെപ്പോൾ സ്വാഗതം ചെയ്യുന്നുണ്ട് BJPയും. അപ്പോൾ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ഭാഗമാകാൻ ആലോചനയുണ്ടോ? ഞാൻ അത് വ്യക്തമാക്കിയതാണ്. ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോ അതിനകത്തുനിന്ന് ഇറങ്ങി ഞാൻ സ്വതന്ത്രമായിട്ട് ഇവിടെ നിൽക്കുകയാണ്. അപ്പോ ഇതൊക്കെ പറയാനുണ്ടായ ഒരു സാഹചര്യം രൂപപ്പെട്ടെടുത്ത് ഞാനിപ്പോൾ ഈ സമൂഹത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കാര്യത്തെക്കുറിച്ച് ഞാനിപ്പോൾ ആലോചിച്ചിട്ടില്ല. DCC പ്രസിഡന്റ് എന്ന് സ്വാഗതം പറഞ്ഞു കണ്ണൂർ DCC പ്രസിഡന്റ്.
അല്ല, ആളുകളെ സ്വാഗതം ചെയ്യുക എന്നുള്ളത് നല്ല കാര്യമല്ലേ? ആളുകളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാഗതം ചെയ്യുക എന്നുള്ളത് നല്ല കാര്യമാണ്. അതിനെ ഞാനും സ്വാഗതം ചെയ്യുന്നു. കോൺഗ്രസുമായി സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ടോ? അല്ല, ഒരു സ്ഥലത്തുനിന്ന് ഇറങ്ങി ഒരാൾ പുറത്തു വന്നാൽ അയാളെ സ്വാഗതം ചെയ്യുക എന്നൊക്കെ ഉള്ളത് ഒരു നമ്മുടെ നാട്ടുരീതിയാണ്. അതൊക്കെ മനുഷ്യർ ചെയ്യും. അല്ല, മനുവിന്റെ ആലോചന എന്താണ്? ഞാൻ അങ്ങനെ ഒന്നും ആലോചിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഞാനൊന്നും ആലോചിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ ആ ആലോചനയുമായിട്ട് ഇറങ്ങിയ ആളല്ല. ശരിയാണ്. ഇറങ്ങിയ ശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണല്ലോ ഈ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഈ ദിവസങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? വീട്ടിലിരിക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഇത്തരം കാര്യങ്ങളെ വൈകാരികമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അന്നും കണ്ടിട്ടില്ല, ഇന്നും കാണുന്നില്ല. അല്ല, മനുവിനെ സംബന്ധിച്ച് മനു ഒറ്റയ്ക്കല്ലല്ലോ, മനുവിനൊരു കുടുംബമുണ്ട്. വീടുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ ഉണ്ടാകാം. ഇപ്പോൾ മനുവിന് പോലീസ് സംരക്ഷണം എന്നുള്ള വാർത്തയൊക്കെ രാവിലെ വരുന്നുണ്ടായിരുന്നു. പിന്നീട് പോലീസ് അവിടെ റോന്തു ചുറ്റുന്നു എന്നുള്ളതാണ്, നിരീക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്ന വാർത്ത. ആ നിരീക്ഷണത്തിന് രണ്ടർത്ഥമുണ്ട്. മനുവിൻ്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയാകാം, അല്ലെങ്കിൽ മനുവിൻ്റെ അടുത്തേക്ക് വരുന്നവരെ നിരീക്ഷിക്കുകയാകാം. എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഞാൻ ഇതൊന്നും പ്രത്യേകിച്ച് ഒരർത്ഥത്തിലും കാണുന്നില്ല. ഞാനിങ്ങനെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം അതുപോലെ ഞാനിപ്പോൾ മറുപടി പറഞ്ഞു പോകാനും എനിക്ക് പറ്റില്ല. കാരണം വെച്ചാൽ ഞാൻ പോലീസിനെ സംരക്ഷണം ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പൊ പിന്നെ അവരെ വന്ന് നിരീക്ഷിക്കുന്നു പറയുന്നതിന് ഞാൻ എന്താ പ്രതികരിക്കേണ്ടത്? അല്ല, ഭീഷണി വരുന്നത് കൊട്ടേഷൻ സംഘത്തിൽ നിന്നാണല്ലോ. അതെ, അതിനിപ്പോ എന്ത് ചെയ്യാൻ കഴിയും? അവരുടെ വായും മൂടിക്കെട്ടാൻ എനിക്ക് പറ്റില്ലല്ലോ. അവര് പറയുകയോ ഇനി അത് നടപ്പിലാക്കുകയോ എന്താണ് ചെയ്യട്ടെ? നമുക്ക് മുന്നിൽ TP എന്നൊരു കേസ് മുന്നിലുണ്ടല്ലോ. അതിൽ ആ ഭീഷണി എന്നുള്ളത് ഒരു പ്രസംഗത്തിലായിരുന്നു ആ ഭീഷണി വന്നത്. ഇത് അങ്ങനെയല്ല, ഇത് സംഘം തന്നെ വേറെയാണ്. ആ സംഘത്തിന്റെ ഭീഷണി തന്നെയാണ് വരുന്നത് ഫേസ്ബുക്കിലൂടെ. അപ്പോൾ അത് അല്പം ഗൗരവത്തിൽ കാണേണ്ട വിഷയമല്ലേ? ഞാൻ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ നിൽക്കുന്ന ഒരാളെ കൊല്ലുക എന്നുള്ളത് ഒരു ഏതൊരു ഭീരുവിനും പറ്റുന്ന കാര്യമാണ്. അവർക്കത് ചെയ്യുന്നുണ്ട്, അവർ ചെയ്തോട്ടെ. ഞാൻ സംസാരിച്ച കാര്യത്തെ അഭിസംബോധന ചെയ്യാൻ, പിന്നെ അതിനെ മറുപടി പറയാൻ പറ്റാത്തടത്തായിരിക്കുമല്ലോ അവർക്ക് എന്നെ നിശബ്ദമാക്കണം തോന്നുന്നു, ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. അപ്പൊ അതവർ ചെയ്യട്ടെ. അതിന് വേറെ ഇപ്പൊ ചെയ്യാം. ഒരു സ്റ്റേറ്റ് ചെയ്യേണ്ട കാര്യം സ്റ്റേറ്റ് ചിലപ്പോൾ നിരീക്ഷിക്കുന്നുണ്ടാവും, സംരക്ഷിക്കുന്നുണ്ടാവും, ചെയ്യുന്നുണ്ടാവും. അവരുടെ വഴി ചെയ്യട്ടെ. ഇനി ഞാനിപ്പോ ഇതിനകത്തൊന്നും ആളല്ല. കാരണം ഞാൻ ഇങ്ങനത്തെ ഇത്തരം കാര്യങ്ങളൊന്നും വിചാരിച്ചിട്ടല്ല ഇതിന്റെ ഭാഗമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു ഇതൊന്നും. ഇപ്പം അതിൽ കൂടുതൽ എനിക്കിപ്പോ എന്താ പറയാൻ കഴിയാ? ഇന്നിപ്പോൾ സഭയിൽ പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിച്ചു. അപ്പോൾ അതിനെ നേരിട്ടത് മന്ത്രി MP രാജേഷിന്റെ പ്രതികരണമാണ്. അഭ്യൂഹം എന്ന വാക്ക് വന്നു, വ്യാജോക്തി എന്ന വാക്ക് വന്നു. അപ്പോൾ അഭ്യൂഹമാണ് ഈ വരുന്ന കാര്യങ്ങളൊക്കെ എന്നാണ് പാർട്ടിയുടെ ഭാഗമായി സർക്കാർ തന്നെ പറയുന്നത്. എനിക്കതിന്റെ വിശദാംശം അറിയില്ല. ഇന്ന് സഭയിലുണ്ടായതാണ്. അതെ, ഞാനതിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. അല്ലെങ്കിലും എനിക്കതിനോട് പ്രതികരിക്കാനുമില്ല. അതായത് ഞാൻ പറയുന്നത്, ഞാനിപ്പം എനിക്ക് ഇതിനെതിരായി വരുന്ന പ്രതികരണങ്ങളെല്ലാം മറുപടി പറയാൻ ഞാൻ ആളല്ല. ഞാൻ എനിക്ക് ക്ലിയർ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ശരി, എന്റെ ബോധ്യത്തിലുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.